ഒരു ലിസ്റ്റ് വന്നു അവിടെ. ഉസ്താദ് കാര്യമായിട്ടൊന്ന് ദ്വാരക്കണം, ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 250 രൂപ സംഭാവന. ഉസ്താദ് കാര്യമായിട്ടൊന്ന് ദുആ ചെയ്തു, അല്ലാഹു രണ്ടുപേരെ ഇപ്പം തന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ. ദുആ ചെയ്ത് എല്ലാവരും ആമീനൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഉറപ്പായി ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ദുആ അവസാനിക്കുന്നതിന്റെ മുമ്പ് 500 രൂപയുടെ വേറെ ഒരു സംഭാവന. ഉസ്താദ് നേരത്തെ ചെയ്ത ആ ദുആ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവാണ്. ദുന്യാവ് തന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന് അറിയില്ല, ഇനി ആഖിറത്തിൽ അവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നാണത്രേ ആ സഹോദരൻ പറഞ്ഞത്. അതേപോലെ ആയിരിക്കും. പണ്ട് ഒരു വലിയ ഒരു കഥ കേൾക്കുന്നതാണ്, ഉസ്താദുമാരൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഒരു വലിയ എന്ത് കറാമത്ത് കാണിച്ചാലും അതിപ്പോ നിങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഭാര്യ തീരെ അംഗീകരിക്കൂല. എന്ത് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കൂല. അങ്ങനെ ഒരു ദിവസം ഇയാൾ തീരുമാനിച്ചു, ഒരു പുതിയ ഐറ്റം കറാമത്ത് കാണിച്ചു കൊടുത്ത് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വശത്താക്കണം. അങ്ങനെ ഇവരിങ്ങനെ രാവിലെ മുറ്റടിച്ച് വരുന്ന സമയത്ത് ആകാശത്ത് കൂടെ ഇങ്ങനെ വിമാനം പറക്കുന്നത് പോലെ മൂപ്പരിങ്ങനെ പറന്നു പോയത്. പറന്നിട്ട് അപ്പുറത്ത് ചെന്ന് വീണ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇതിലെ നിങ്ങൾ കണ്ടോ, ഒരാൾ ഇതിലൂടെ പറന്നുപോയി, അത് നീ കണ്ടിരുന്നോ? എന്നാ ഒരു കാര്യം കേൾക്കണക്ക്, അത് ഈ ഞാനാണ്, നിന്റെ ഭർത്താവായ ഞാനാണെന്ന് പറഞ്ഞു. എനിക്കത് കണ്ടപ്പോഴേ തോന്നിയാണ്. കാരണം ഒരു ചെരിവുണ്ടായിരുന്നു ഇങ്ങനെ പറക്കുന്ന സമയത്ത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്തൊരു പറക്കലാണ്, പറക്കുകയാണെങ്കിൽ മര്യാദക്ക് പറന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കൊളാക്കി എന്നാണ് കഥ. എന്നാൽ ഇവിടെയാണ് നമുക്ക് മാതൃക ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ പേടിച്ചവശനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ, അബ്ശിർ വല്ലാഹി ലഖദ് കുന്തു അഅലമു അന്നല്ലാഹ ലൻ യഫ്അല ബിക ഇല്ലാ ഖൈറാ. പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട ഭർത്താവേ, അല്ലാഹു നിങ്ങൾക്കൊരിക്കലും ഒരു പ്രയാസവും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുഭവങ്ങൾ മുഴുവൻ റസൂലുള്ള പങ്കുവെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭയത്തെ, പേടിയെ മാറ്റിക്കൊണ്ട് അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ ഇവിടെ തൊട്ടടുക്കൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ കൈകളിൽ തലോടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആദ്യമായി നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞയാൾ, വഅശ്ഹദു അന്നക നബിയ്യു ഹാദിഹിൽ ഉമ്മ അല്ലദീ തൻതളിറുഹുൽ യഹൂദ്. യഹൂദികൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നബി നിങ്ങളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ റസൂലുള്ളാഹിനെ ഭക്ഷണം കഴിപ്പിച്ചു, നബിക്ക് സമാധാനം നൽകി, റസൂലുള്ളാഹിയെ വീട്ടിൽ കിടത്തി. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി വഹയിനെ കുറിച്ച് അന്വേഷിക്കാനാണ്. അവിടെ ഉണ്ടായിരുന്നു നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ഒരടിമ, അദ്ദാസ് എന്നായിരുന്നു ആ അടിമയുടെ പേര്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു, അദ്ദാസ് ചോദിച്ചു, അല്ല ആരിത്, എന്തിനാണാവോ ഖുറൈശികളുടെ നേതാവായ സ്ത്രീ എന്നിലേക്ക് വന്നിരിക്കുന്നത്? അദ്ദാസേ ഹൽ ഇൻദക ഇൽമും മിൻ ജിബ്രീൽ, ജിബ്രീലിനെ കുറിച്ച് നിന്റെ അടുക്കൽ വല്ല അറിവുമുണ്ടോ? അദ്ദാസ് പറഞ്ഞു, ഖുദ്ദൂസുൻ ഖുദ്ദൂസ്, പരിശുദ്ധൻ തന്നെയല്ലേ, മഹാപരിശുദ്ധൻ തന്നെയല്ലേ. ആയിഷ ബീവി വീണ്ടും ചോദിച്ചു, അല്ല അദ്ദാസേ, എന്താ ജിബ്രീലിനെ കുറിച്ച് നിനക്കറിയാവുന്ന കാര്യം? ഭർത്താവിനൊരു പ്രയാസം വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് നിൽക്കുകയാണ്, കൂടെ നിൽക്കുകയാണ്. ഇനി എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ ഒഴിവാക്കുകയാണ്, നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കല്ലേ, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തുന്ന എന്റെ സഹോദരിമാരെ, വലിയ പാഠമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ, റസൂലുള്ളാഹിയുടെ കാര്യമറിയാൻ ബഹുമാനപ്പെട്ട ഖദീജ ബീവി കടന്നു ചെല്ലുകയാണ്. അബ്ദാസ് പറയുകയാണ്, ഖദീജ, ജിബ്രീൽ ആരാണെന്നറിയില്ലേ? ഇന്നഹു അമീനുല്ലാഹി ബൈനഹു വ ബൈനല്ലാഹി ബൈനൻ നബിയീൻ, നബിമാർക്കും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ദൂതനാണ് ജിബ്രീൽ. വഹുവ സ്വാഹിബ് മൂസാ വ ഈസാ, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും സ്വാഹിബാണ്. വറഖത്തിന്റെ അടുക്കൽ ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വിശദമാക്കാത്തത്. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ ചെന്നു. വറഖത്ത് പറയുകയാ, ഖദീജ,
മുഹമ്മദിന്റെ അടുക്കൽ വന്നത് നാമൂസുൽ അക്ബർ, അത് ജിബ്രീൽ എന്നറിയപ്പെടുന്ന മലാഖയാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നബി തിരുമേനി ഖദീജയെ സ്വാഗതം ചെയ്യുന്നത്, ഖദീജ എനിക്കിതാ വീണ്ടും ജിബ്രീൽ വന്നിരിക്കുന്നു, എന്നോട് ഇത് ലോകത്തോട് മുഴുവൻ പറയാൻ കൽപ്പിച്ചിരിക്കുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻവിർ വറബ്ബക ഫകബ്ബിർ, എന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഖദീജ. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുകയാണ്, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ. ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ കൈ വീണ്ടും പിടിച്ചു. നബിയേ, കണ്ണിൽ നിറവെള്ളം നിറച്ചുകൊണ്ട് ഭാര്യയായ ഖദീജ പറയുകയാണ്, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാ. അത് പറഞ്ഞിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് എന്തുണ്ടായാലും അങ്ങയുടെ കൂടെ ഞാനുണ്ടാകും, അങ്ങയുടെ പിന്നിൽ ഞാനുണ്ടാകും നബിയേ, സദാസമയവും ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുക മാത്രമല്ല, പിന്നീട് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒരിക്കൽ ഖദീജ ബീവി പറഞ്ഞു, നബിയേ, ഇനി ജിബ്രീൽ വന്നാൽ അത് എന്നോട് പറയണം. ഒരു ദിവസം ജിബ്രീൽ വന്നപ്പോ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ ജിബ്രീൽ വന്നു. ഖദീജ ബീവി റസൂലുള്ളാഹിയോട് ഖദീജ ബീവി പറഞ്ഞു, എന്റെ തുടയിലിരിക്കൂ. ഇപ്പൊ കാണുന്നുണ്ടോ? അതെ, ഇപ്പോൾ കാണുന്നുണ്ട്. വീണ്ടും ഇടത്തെ തുടയിലിരിക്കാൻ പറഞ്ഞു. അതറാഹുല്ലാൻ, ഇപ്പൊ കാണുന്നുണ്ടോ? അതെ, ഇപ്പോൾ കാണുന്നുണ്ട്. ഖദീജ ബീവി തന്റെ ആ മേൽ വസ്ത്രം അങ്ങ് മാറ്റി. ഇപ്പൊ ഞാൻ കാണുന്നില്ല ഖദീജ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി പറഞ്ഞു, എങ്കിൽ അത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഉറക്കൊക്കെ മാറ്റി വെച്ച് ചൊല്ലൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ.